നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അടിപൊളി കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ദീപു. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞങ്ങനെ വീട്ടിൽ വെറുതെ നിൽക്കുന്നു. വീട്ടിലാണെങ്കിൽ അമ്മയും ഒരു ചേച്ചിയും. അച്ഛൻ സൗദിയിലാണ്. ചേച്ചിയുടെ വിവാഹം ഇതുവരെയും നടന്നില്ല. ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. ഞാനും അമ്മയും ചേച്ചിയും ഭയങ്കര സോഷ്യലായിട്ടായിരുന്നു ഇടപെട്ടിരുന്നത്. ഒരു ദിവസം ഞാനും അമ്മയും അമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചേച്ചിയുടെ ഒരു ചോദ്യം. എന്തായിരുന്നു അമ്മയും മോനും കൂടി മുറിയിൽ? ഞാനത് കേട്ട് ചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അതോ, ഓ ഒന്നും പറയണ്ട. മുറിക്കകത്ത് എവിടുന്ന് വന്ന് കയറിയതാണെന്ന് അറിയത്തില്ല. വലിയൊരു പന്നിയലി. ഞാൻ ഇവനെ വിളിച്ച് അതിനെ പിടിക്കാൻ നോക്കി. എവിടെ? അവസാനം അത് ജനലിന്റെ എയർഹോളിൽ കൂടെ ചാടിപ്പോയി. ചേച്ചി അമ്മയെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചേച്ചിയോട് പറഞ്ഞു, നീ അടുക്കളയിലേക്ക് ചെല്ല്, ഞാനിപ്പോൾ വരാം. ശരിയെന്നും പറഞ്ഞ് ചേച്ചി എന്നെ ഒരു നുള്ളു തന്നിട്ട് അടുക്കളയിലേക്ക് നടന്നു. പുറകെ അമ്മയും അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടു. ഞാൻ എന്റെ മുറിയിലേക്ക് പോയി. അന്നങ്ങനെ വൈകുന്നേരവും കഴിഞ്ഞ് രാത്രിയായി. അത്താഴമെല്ലാം കഴിഞ്ഞ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞ് ചേച്ചിയുടെ മുറിയിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ ഇരുന്ന് TVയും കണ്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മ എഴുന്നേറ്റ് കിടക്കാനായി പോയി. അപ്പോൾ ചേച്ചി വന്നു എന്നോട് പറഞ്ഞു, ഡാ മതിയടാ, ഇനി നാളെ കാണാം. എനിക്ക് മുറിയിൽ ലൈറ്റ് അണയ്ക്കണം. വാ, വന്ന് കിടക്കുന്നെങ്കിൽ കിടക്ക്. ഞാൻ ചേച്ചിയുടെ മുറിയിലായിരുന്നു കിടന്നിരുന്നത്. അങ്ങനെ ഞാൻ TV ഓഫ് ചെയ്ത് പോയി കിടന്നു. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, എടാ അപ്പോൾ നേരത്തെ എന്തായിരുന്നു? നീ അമ്മയുടെ കയ്യിലിരുന്ന ബാലേമുട്ടായി മൊത്തം മേടിച്ചു തിന്നു അല്ലേ? ഞാനൊന്ന് മൂളി. എന്നിട്ട് നിനക്കതെല്ലാം ഇഷ്ടമായോ? സൂപ്പർ ചേച്ചി, എനിക്കെല്ലാം ഇഷ്ടമായി, ഞാൻ പറഞ്ഞു. അപ്പോ നീ എല്ലാം തിന്നോടാ? പിന്നെ ഞാൻ എല്ലാം തിന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അയ്യോ ചേച്ചി, അത് മാത്രമല്ല, അമ്മയുടെ കയ്യിൽ ഒരു പഴുത്ത മാങ്ങയും ഉണ്ടായിരുന്നു. മൽഗോവ മാങ്ങയാണെന്ന് അമ്മ പറഞ്ഞത്. സൂപ്പർ മധുരമായിരുന്നു ആ മാങ്ങ പൂളിയപ്പോൾ അതിനകത്ത് നല്ല തേൻ പോലെ. ഞാനത് മതിയാവോളം കുടിച്ചു. എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നോ. ആണോ? പിന്നെ പിന്നെ വേറെ എന്തൊക്കെ അമ്മ നിനക്ക് തന്നടാ? അമ്മയുടെ കയ്യിൽ കിട്ടുന്നതൊക്കെ എന്നെ കാണാതെ നിനക്ക് തരുന്നതാ അമ്മയുടെ സ്ഥിരം പരിപാടി, എനിക്കറിയാം. നീ അമ്മയുടെ മുറിയിലിരുന്ന് അലമാരയുടെ താഴെത്തട്ടിൽ നോക്കിയില്ലേ? പിന്നെ ഞാൻ നോക്കുക മാത്രമല്ല ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ അലമാരയുടെ താഴത്തെ തട്ടിൽ കുറച്ച് തേൻ മുട്ടായി കിടക്കുന്നു. ആദ്യം ഞാനൊരു മുട്ടായി എടുത്ത് അതിൽ നിന്ന് തേൻ കൈകൊണ്ടെടുത്തു. അതിന് നല്ല രുചിയായിരുന്നു ചേച്ചി. പിന്നെ താഴെത്തട്ടിൽ നിന്ന് തേൻമുട്ടായി കുറെ കഴിച്ചു. അതിനെല്ലാം വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ആണോ? ചേച്ചി അതിശയത്തോടെ ചോദിച്ചു. എന്നിട്ടെന്തുവാ? അടിപൊളിയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ചേച്ചിയുടെ മുഖഭാവം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ചേച്ചി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്തുവാടേ ചേച്ചിയെ കുറിച്ച് വിചാരിച്ചത്? ദാണ്ടെ ഇവിടെ ഇരിപ്പുണ്ട് തേൻമുട്ടായി, നിനക്ക് വേണോ? ചേച്ചി അലമാരയുടെ വാതിൽ തുറന്നു. അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കാണപ്പെട്ടു. എന്നാടാ മോനെ, നീ കഴിച്ചോ, ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞാൻ അലമാരയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അത് പറക്കി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അത് കുറച്ചു നേരം കഴിച്ചു. അപ്പോൾ ചേച്ചി വലിയ സ്നേഹത്തോടെ എന്റെ തലയിൽ തടവി. എന്നിട്ട് പറഞ്ഞു, മോനെ, ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ മോൻ സാധിച്ചു തരുമോ? എന്താ ചേച്ചി? ചേച്ചി ധൈര്യമായിട്ട് ചോദിച്ചു. ഞാൻ ചേച്ചിയുടെ കുഞ്ഞനിയനല്ലേ. ചേച്ചി എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. വേറൊന്നുമല്ലടാ, ചേച്ചിയുടെ പുറത്ത് കൈയെത്തുന്നില്ല, ഉറുമ്പ് കടിച്ചെന്നാ തോന്നുന്നത്. നീ ഒന്ന് ചൊറിഞ്ഞു തരാമോ? ചേച്ചി ചോദിച്ചു. അതിനെന്താ, ഞാൻ ചൊറിഞ്ഞു തരാമല്ലോ. താഴത്തെ തട്ടിൽ അമ്മ എനിക്ക് തന്ന കുറെ തേൻമുട്ടായി വെച്ചതല്ലേ, അപ്പോൾ അവിടെയും ഉറുമ്പ് കയറിയിട്ടുണ്ടാവും, അതാ അങ്ങനെ. അതും പറഞ്ഞ് ചേച്ചി താഴത്തെ തട്ടും തുറന്നു തന്നു. ഇനി നീ തുടങ്ങിക്കോ മോനെ. അങ്ങനെ ഞാൻ അത് ചൊറിഞ്ഞു കൊടുത്തു. ആ, അങ്ങനെ ചൊറിയടാ മോനെ, ചേച്ചി പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ചൊറിച്ചിലിന് കുറവുണ്ടോ ചേച്ചി? ഞാൻ ചോദിച്ചു. ആ, ഇപ്പോൾ ശരിയാവുന്നുണ്ട്. അങ്ങനെ തന്നെ ചെയ്യ്, ഉറുമ്പെല്ലാം പോട്ടെ. അത് പോകുന്നത് വരെ ചെയ്യടാ മോനെ. അങ്ങനെ ചേച്ചി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതോടൊപ്പം ചേച്ചി എന്റെ പക്കലുള്ളതിൽ പിടുത്തമിട്ടു. അപ്പോഴെനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. ആഹാ, കുഞ്ഞാങ്ങളൊക്കെ ഉഷാറായല്ലോ, ചേച്ചി പറഞ്ഞു. ഇനി മോൻ ഇതുകൊണ്ട് അവിടെ ഇതാക്കിത്തരാമോ? ഞാൻ അതെങ്ങനെയാണ് ചേച്ചി ചെയ്യുക? ആഹാ, അത് കൊള്ളാം. അപ്പോൾ നിനക്കിതൊന്നും അറിയില്ലേ? ചേച്ചി ചോദിച്ചു. മക്കളിങ്ങി വാ, ചേച്ചി കാണിച്ചു തരാം. ദാണ്ടെ
ഇതുകൊണ്ട് ഇതുകൊണ്ടേ ഇതിങ്ങനെ വെറുതെ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരിയാകും. കുറെ ഉറുമ്പ് അവിടുന്ന് അങ്ങ് പോവും. അങ്ങനെ അതെടുത്ത് അവിടെ വെച്ച് പതുക്കെ അങ്ങനെ ഞാൻ ഉരച്ചു കാണിച്ചു. ഇതിങ്ങനെയാണോ ചേച്ചി ചെയ്യുന്നത്? അപ്പോൾ ഇത് താഴത്തെ തട്ടിലേക്ക് കയറിപ്പോകില്ലേ? ഞാൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ ചേച്ചി ഒരു നിമിഷം എന്റെ മുഖത്തു നോക്കി, പിന്നെ അവിടെയും. ആ നിമിഷം അത് ചേച്ചിയുടെ കയ്യിൽ ഇരുന്ന് ഒന്ന് ഇതായി. പിന്നെ ചേച്ചി പതിയെ അങ്ങനെ ചെയ്തു. ആ, അത് തട്ടിലേക്ക് കയറുന്നെങ്കിൽ അങ്ങ് കയറി പോട്ടടാ മോനെ. അല്ല പിന്നെ, ഇനി മോൻ ഉറുമ്പ് പോകാൻ ഇങ്ങനെ സ്പീഡിലാക്ക്. എന്നാൽ ശരി ചേച്ചി, ഞാൻ അങ്ങനെ പതിയെ പതിയെ ആക്കി കൊടുത്തു. അപ്പോൾ ചേച്ചി അവിടെ പതുക്കെ പിടിച്ച് സഹായിച്ചു. ആ, ഇപ്പോൾ ഉറുമ്പൊക്കെ പോകുന്നുണ്ടോടാ മോനെ, ചേച്ചി പറഞ്ഞു. ആണോ? ഇപ്പോൾ ചൊറിച്ചിൽ കുറയുന്നുണ്ടോ? ആ, കുറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വരെ നീ നിർത്താതെ അങ്ങനെ ചെയ്യണം കേട്ടോ, ചേച്ചി പറഞ്ഞു. ശരി ചേച്ചി. അങ്ങനെ ഞാൻ വേഗത്തിൽ അതിന്മേൽ തുടങ്ങി. അപ്പോൾ ചേച്ചി ആകെ വല്ലാതാകുന്നതും എന്തോ ശ്വാസഗതിയൊക്കെ കൂടി വരുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ആ, അങ്ങനെ തന്നെ മോനെ, വേഗം. മോൻ പഠിച്ചല്ലോടാ, അപ്പോൾ അതനുസരിച്ച് അതങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യും, ചേച്ചി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ശ്രദ്ധ മാറ്റി. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒന്ന് സംഭവിച്ചത്. എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എനിക്ക് എന്തോ പോലെയൊക്കെ ആകുന്നു. ചേച്ചി എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ മനസ്സിലായടാ, നീ നിർത്തല്ലേ കേട്ടോ, ഇപ്പോൾ തന്നെ ഉറുമ്പെല്ലാം പോകും. വേഗം അങ്ങനെ തന്നെ ചെയ്യ്. അപ്പോൾ ചേച്ചി പറഞ്ഞത് കേട്ട് ഞാൻ അങ്ങനെ തന്നെ അത് തുടർന്നുകൊണ്ടിരുന്നു. ചേച്ചി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി, ഇത് പ്രശ്നമാകുമെന്നാ തോന്നുന്നത്, ഞാൻ പറഞ്ഞു. എനിക്കിനി വയ്യ കേട്ടോ ചേച്ചി. പ്രശ്നമാണെങ്കിൽ പ്രശ്നമാകട്ടെ, നീ നിർത്തല്ലേ, ചേച്ചി വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ അതങ്ങനെ വേഗത്തിൽ തന്നെ തുടർന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ചേച്ചി, ചേച്ചി, ഞാൻ പതിയെ ചേച്ചിയെ വിളിച്ചു. ആ മതി മോനെ, ഇപ്പൊ ഉറുമ്പൊക്കെ മൊത്തം പോയി. ചേച്ചിയുടെ പുറത്തെ ചൊറിച്ചിലും മാറി. ഞാൻ പിന്നെ അങ്ങോട്ട് മാറി. അപ്പോൾ ചേച്ചി വീണ്ടും പിടുത്തമിട്ടു. എന്നിട്ട് അത് അങ്ങോട്ട് ഇതാക്കി എടുത്തു. അയ്യോ ചേച്ചി, ഞാൻ പതുക്കെ പറഞ്ഞുപോയി. അപ്പോൾ ചേച്ചി എന്നെ നോക്കി ചിരിച്ചു. എന്റെ മുഖഭാവം കണ്ട് ചേച്ചി വീണ്ടും വീണ്ടും ചിരിച്ചു. പിന്നെ ചേച്ചി പൊട്ടിച്ചിരിച്ചു. എന്തുവാടാ ഇത്? നീ ഇവിടെ മൊത്തം നാശമാക്കിയല്ലോ, ഇതെന്തുവാ ഇത്? ചേച്ചിയുടെ ചോദ്യം കേട്ട് ഞാൻ ആകെ ചമ്മി. ചേച്ചി ഒന്ന് ചിരിച്ചിട്ട് അതൊക്കെ തുണി കൊണ്ട് വൃത്തിയാക്കി. മതിയടാ, വേഗം ഉറങ്ങാൻ നോക്കാം. നാളെ രാവിലെ എഴുന്നേറ്റ് എല്ലാം നന്നായി നനച്ചിടണം, ഇല്ലെങ്കിൽ അമ്മ കാണും. പിന്നെ നീ ഇതൊന്നും അമ്മയോട് പറയരുത് കേട്ടോ, ഞാൻ പറഞ്ഞു. ഇല്ല ചേച്ചി, പറയില്ല. പിന്നെ നീ നാളെ കടയിൽ പോയി കുറച്ച് ഉറുമ്പ് പൊടി മേടിച്ചോണ്ട് വരണം. നമുക്ക് ഈ മുറിയിൽ മൊത്തം ഇടണം, ഇല്ലെങ്കിൽ ഇനി ഉറുമ്പ് കടിക്കും. ആ ശരി ചേച്ചി. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ചേച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ അതും ഇതുമൊക്കെ ദർശിക്കാൻ പറ്റി. ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ അടുക്കളയിൽ എന്തോ ജോലി തിരക്കിലാണ്. അമ്മ ചായ ഒഴിച്ചു തന്നുകൊണ്ട് എന്റെ അടുത്ത് ചോദിച്ചു, എന്തുവായിരുന്നടാ ഇന്നലെ രാത്രിയിൽ? ഞാനൊന്ന് ചൂളി. എന്നിട്ട് പറഞ്ഞു, ഓ ഒന്നും പറയണ്ട അമ്മേ, ചേച്ചിയുടെ മുറിയിൽ മൊത്തം ഉറുമ്പാ. ചേച്ചിയുടെ ദേഹത്തും പുറത്തും എല്ലാം ഉറുമ്പ് കയറി. പിന്നെ ഞാനതെല്ലാം തട്ടിത്തൂത്ത് കളഞ്ഞ്. പാതിരാത്രിയായി പിന്നെ ഉറങ്ങിയപ്പോൾ. അമ്മ ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി. എന്നിട്ട് പറഞ്ഞു, പിന്നെ അമ്മയുടെ മുറിയിലും ഉറുമ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മോനെ. എന്നെ ഇന്നലെ കടിച്ചടാ. മോൻ ഇന്നൊരു കാര്യം ചെയ്, അമ്മയുടെ മുറിയിൽ വന്ന് ആ ഉറുമ്പിനെ എല്ലാം ഒന്ന് ഓടിച്ചു തരണേ. പിന്നെന്താ, ഇന്ന് അമ്മയുടെ മുറിയിലെ ഉറുമ്പിനെ എല്ലാം നമുക്ക് ഓടിക്കാം, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.